2 പെഗടിക്കാനാ പറഞ്ഞത്. പക്ഷേ 3-3.5 പെഗായി. ഇപ്പോ ശരിക്കും ഒരു ധൈര്യം വരുന്നുണ്ട്. ഇനിയിപ്പോ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് എനിക്ക്. കണ്ണനും കൂട്ടുകാരനും അയാളുടെ ഭാര്യയും എല്ലാ അർത്ഥത്തിലും അവളെ വെറുത്തു എന്ന് വെച്ചാ പന്തുരുണ്ട് എൻ്റെ കോർട്ടിൽ വന്ന് കഴിഞ്ഞു. ഇനി ഞാൻ ആ പന്തിനെ കണ്ണൻ എന്ന ഗോളിയില്ലാത്ത സ്ഥിതിക്ക് നേരെ ഗോൾ പോസ്റ്റിനുള്ളിലാക്കിയാൽ മതി. എന്ത് വേണം? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാനെന്ന് എൻ്റെ മനസ്സിലുള്ള സ്നേഹം എൻ്റെ ലച്ചുവിനോട് പറഞ്ഞു. അത് കേട്ട ശേഷം പതിവ്രതയായ ഒരു പെൺകുട്ടിയെ പോലെ എൻ്റെ മുഖത്ത് നോക്കി നീ ആട്ടിയെങ്കിലും നീ എന്നെ ചീറ്റ് ചെയ്തില്ല. അതായത് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ നിന്നോട് യാചിക്കുകയായിരുന്നു നിന്റെ ഭർത്താവ് ഇതൊന്നും അറിയരുതെന്ന്. ആ സമയത്ത് നീ അത് അംഗീകരിച്ചില്ല. കണ്ണേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്നാ പറഞ്ഞത്. അത്രയ്ക്ക് തറപ്പിച്ച് നീ പറഞ്ഞിട്ട് പോയപ്പോ അത് ഉറപ്പായിട്ടും തൊട്ടടുത്ത നിമിഷം തന്നെ എന്നെ വിളിപ്പിക്കുമെന്നാ ഞാൻ കരുതിയത്. അതെന്തിനാണെന്നോ? എന്റെ കരണത്തടിക്കാൻ. അയാൾ വീൽ ചെയറിലാണെങ്കിലും മുഖം കുനിച്ചു കൊടുത്ത അയാൾക്കെന്നെ തല്ലാലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ മോളെ. അവിടെ നീ എന്റെ യാചന കേൾക്കുകയാണ് ചെയ്തത്. നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന നിന്റെ ഭർത്താവിനോട് നീ പറയേണ്ടത് പറഞ്ഞില്ല. അതിൽ നിന്ന് ഞാൻ എന്താണ് അർത്ഥമാക്കേണ്ടത്? നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെന്നല്ലേ? അയ്യോ, ദേഷ്യം ഒന്നും കാണിക്കണ്ട. ഈ ദേഷ്യം അന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടതാ. അതിനുശേഷം ദേ ഈ നിമിഷം വരെ മുഖം കറുത്താ നീ നടന്നിട്ടുള്ളത്. എങ്കിലും ഞാൻ തറപ്പിച്ച് പറയുക, എന്റെ ലച്ചുവിന്റെ മനസ്സിൽ ഞാനുണ്ട്. കണ്ണൻ എന്ന യോഗ്യനല്ലാത്ത ഭർത്താവിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്.